പാലായിലെ രാഷ്ട്രീയ സമവാക്യം ഇതിനോടകം NDAയ്ക്ക് അനുകൂലമായി കഴിഞ്ഞെന്ന് മണ്ഡലത്തിന്റെ ചുമതലയുള്ള BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് ജനം ടിവിയോട് പറഞ്ഞു. വികസിത പാല BJP ജനങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. ജനങ്ങളെ പറ്റിക്കുന്ന LDF UDF മുന്നണികളെ പാലായിലെ ജനങ്ങൾ ഇത്തവണ നിരാകരിക്കുമെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി. NDA ഏറ്റവും വിജയപ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണ് പാല. വികസിത പാല എന്ന മുദ്രാവാക്യവുമായി മാസങ്ങൾക്ക് മുൻപേ തന്നെ NDA ക്യാമ്പ് പാലായിൽ സജീവമാണ്. BJP സംസ്ഥാന ഉപാധ്യക്ഷനും പാലായുടെ ചുമതലയുമുള്ള ഷോൺ ജോർജ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. പാലായുടെ സ്പന്ദനമറിയുന്ന രാഷ്ട്രീയക്കാരനാണ്. പാലായിൽ സജീവമായിരുന്നു. 2 മാസക്കാലം തുടർച്ചയായി മുഴുവൻ സമയവും പാലായിൽ ഉണ്ടായിരുന്നു. ഈ താഴെത്തട്ടിൽ നിന്നും NDAയ്ക്ക് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആ പ്രതികരണം എങ്ങനെയാണ്? വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പാലായിൽ ഈ പ്രവർത്തനം ആരംഭിച്ചത്. ഞാൻ പ്രതീക്ഷയ്ക്ക് ഉപരിയായി ജനങ്ങളിൽ നിന്നും, രാഷ്ട്രീയത്തിന് അതീതമായ ജനങ്ങളിൽ നിന്നും കിട്ടുന്ന ഒരു വലിയ പിന്തുണ. അതാണ് നമ്മുടെ ഓരോ ദിവസവും ഇവിടെ വന്നിറങ്ങിയ അന്നു മുതൽ ഇന്ന് വരെയും വലിയ പ്രതീക്ഷ. നമുക്കറിയാം പാലായും പൂഞ്ഞാറും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഞാൻ പൂഞ്ഞാറിൽ താമസിച്ചില്ല, ഈരാറ്റുപേട്ട താമസിക്കുന്ന ആളാണ്. ഞാനിപ്പോൾ പാലായിൽ താമസമാണ്. പക്ഷെ ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം പാലായിലാണ്. അപ്പം എനിക്ക് പാല അന്യമായിരുന്നൊരു നാടല്ല. അതുകൊണ്ട് തന്നെ വലിയ മാനസിക അടുപ്പവും വ്യക്തിബന്ധങ്ങളും ഉള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ പാലായിൽ ഈ ചുമതല ഏറ്റെടുത്ത് എത്തുമ്പോൾ മുതൽ ഇന്ന് വരെയും നാനാജാതി മതസ്ഥരിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും എനിക്ക് കിട്ടുന്ന ഒരു പിന്തുണ, പാർട്ടിക്ക് കിട്ടുന്ന ഒരു പിന്തുണ ഒത്തിരി വലുതാണ്. തീർച്ചയായിട്ടും അതിനൊത്തിരി കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ 20 ദിവസമാണ് തെരഞ്ഞെടുപ്പ് മുമ്പിലുള്ളത്. പക്ഷേ പാർട്ടിയെ സാധാരണ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്നൊന്നും ഞെട്ടും. കാരണം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. അത് അങ്ങനെയല്ലായിരുന്നു. നമ്മൾ ഇലക്ഷന് വെൽ പ്രിപ്പയർഡാണ്. ഇനി ഉള്ള 20-23 ദിവസവും എങ്ങനെ ഇത് നടത്തണമെന്ന് കൃത്യമായ ധാരണയോടുകൂടി തന്നെ ആയിരുന്നു നമ്മൾ മുമ്പോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷന് പാല പൂർണ്ണ സജ്ജമാണ്. എന്താണ് NDA പാലായ്ക്ക് നൽകുന്ന ഉറപ്പുകൾ? കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ നടത്തിയ രാഷ്ട്രീയ കടമത്സരങ്ങൾക്കപ്പുറത്ത് പാലായ്ക്ക് വലിയ പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പൊട്ടൻഷ്യൽ യൂസ് ചെയ്താൽ കേരളത്തിലെ ഏറ്റവും നല്ല നഗരമായും പാല മാറും. കേരളത്തിലെ ഏറ്റവും നല്ല നിയോജകമണ്ഡലമാക്കി പാലായെ മാറ്റാൻ പറ്റും. പാലായ്ക്ക് അത്ര പൊട്ടൻഷ്യൽ ഉണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ 139 നിയോജകമണ്ഡലങ്ങളിലും പറയാൻ കഴിയാത്ത ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു പ്രദേശം. ഒന്ന്, ജലത്തിന്റെ ലഭ്യത, കൃഷിക്കുള്ള നല്ല മണ്ണ്, കാലാവസ്ഥ, ടൂറിസം. 4 പഞ്ചായത്തുകൾ നല്ല ടൂറിസം സാധ്യതയുള്ള പ്രദേശങ്ങൾ. അതുപോലെ IT രംഗത്ത് വലിയ സ്കോപ്പുള്ള ഒരു പ്രദേശം. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ വലിയ കുതിപ്പുണ്ടാക്കാൻ കഴിയുന്ന പ്രദേശം. അപ്പം പാലായിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ, നമുക്കറിയാം ഇപ്പോൾ ഈ മദ്യത്തിന്റെയും ലോട്ടറിയുടെയും മാത്രം വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതിനപ്പുറം പാലായ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിലൂടെ ചെയ്യാൻ കഴിയും. മോദി സർക്കാരിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, മോദിജിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പാലായെ ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു നഗരമാക്കി മാറ്റുക. അത് BJPയുടെ ഒരു സ്വപ്നമാണ്, എന്റെയും ഒരു സ്വപ്നമാണ്. പാലായെ അടുത്തറിയാവുന്ന വ്യക്തിയാണെന്ന് അങ്ങ് സൂചിപ്പിച്ചു കഴിഞ്ഞു. LDF UDF രാഷ്ട്രീയത്തിനപ്പുറം NDAയ്ക്ക് പാലായിലെ ജനങ്ങൾക്ക് വേണം എന്ന് പറയാൻ, ഇന്ത്യയുടെ ഒരു പ്രതിനിധിയായിട്ട് പറയാൻ ജനങ്ങൾക്ക് മുൻപിൽ ആവശ്യപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? മറ്റൊന്നുമല്ല, പാലായ്ക്ക് ഇതുപോലെ രാഷ്ട്രീയത്തിന് അഡിക്റ്റഡ് അല്ലാത്തൊരു പ്രദേശം, അതായത് പൊളിറ്റിക്കലി രാഷ്ട്രീയ അടിമകളില്ല പാലായിൽ. അവരതാത് സമയത്ത് ഓരോ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുകൾക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു നിയോജകമണ്ഡലമാണ്. രാഷ്ട്രീയ അടിമകളില്ലാത്ത, പൊളിറ്റിക്കൽ അഡിക്ഷൻസ് ഇല്ലാത്ത നിയോജകമണ്ഡലമാണ്. 2004 ഇന്നേക്ക് 22 വർഷം മുമ്പ് NDA സ്ഥാനാർത്ഥിക്ക് 10,000 വോട്ട് ഭൂരിപക്ഷം കൊടുത്ത മണ്ഡല നിയോജകമാണ്. അപ്പം പാലയുടെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്, മറ്റൊരു നിയോജകമണ്ഡലത്തിലും ഇല്ലാത്ത സ്വഭാവമാണ്. അത് നാടിന്റെ വികസനത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഈ നാടിന് ആരാണ് ഗുണകരം എന്ന് തീരുമാനിക്കുന്ന ഒരു സ്വഭാവം. അങ്ങനെ ഒരു തീരുമാനം പാലായ്ക്കുണ്ടെങ്കിൽ അത് NDAയുടെ ഒപ്പമാണ് ഈ പ്രാവശ്യം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പാലായിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ വലിയ മാറ്റം ഉണ്ടാകും, രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. മാറിക്കഴിഞ്ഞു. ഇനി അത് ബാലറ്റിലൂടെ പുറത്തു വന്നാൽ മതി. ഇല്ല, പാലായുടെ രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു. ഞാൻ ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. ഞാൻ താഴെ തട്ടിൽ മുതൽ രാഷ്ട്രീയം പ്രവർത്തനം നടത്തി വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ പാലായുടെ സമീപനം മാറി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇനി അത് ബാലറ്റിലൂടെ പ്രകടമായാൽ മതി. 110% ആത്മവിശ്വാസത്തിൽ തന്നെയാണ് NDA ക്യാമ്പ് ഉള്ളത്. പാല മാറും. പാല വികസിത പാലായ്ക്ക് വേണ്ടി NDAയുടെ സ്ഥാനാർത്ഥി പാലാ മണ്ഡലത്തിൽ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം പ്രകടമാക്കുകയാണ് NDA ക്യാമ്പ്. ക്യാമറമാൻ ഹരീഷൻ ഹരിപ്പാടിനൊപ്പം മിഥുൻ മുരളി, ജനം, കോട്ടയം. പാലായിൽ നിന്നും BJP സംസ്ഥാന ഉപാധ്യക്ഷനും പാലായിലെ സ്ഥാനാർത്ഥിയുമായ ഷോൺ ജോർജിനൊപ്പം മിഥുൻ മുരളിയാണ് ചേർന്നത്.